ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടവാഹനമായിട്ടുള്ള ഓൾട്ടോ ആണ്. അപ്പോൾ ഓൾട്ടോ കുറച്ച് നാളായി ഞാൻ ഓൾട്ടോ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട്, ഓൾട്ടോ കേട്ടനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഓൾട്ടോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചിട്ട് കുറച്ച് നാളായെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ഓൾട്ടോ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ ഓൾട്ടോയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ്. അപ്പോൾ ഈ ഒരു ഓൾട്ടോൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LXI ആണ്. പിന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ റിമോട്ട് ലോക്കും കാര്യങ്ങളുള്ള വാഹനമാണ്. നല്ല ചില്ലിങ് AC ഉണ്ട്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. പിന്നെ 76,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. 2011 ഇതിൻ്റെ മോഡൽ ഉണ്ടായിരുന്നത്. 11 മോഡൽ LXI പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം. പിന്നെ അതിൻ്റെ റേറ്റ് ഞാൻ പറയാം, വഴി റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഉണ്ടാകണം. കാരണം ഈ വാഹനത്തിൽ എവിടെയൊക്കെ പ്രശ്നങ്ങളൊന്നും വിശദമായിട്ടാണ് ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓൾട്ടോ കണ്ടുവരാതിന് ശേഷം അതിൻ്റെ റേറ്റും കാര്യങ്ങളും സ്ക്രാച്ചുകൾ നമുക്കിവിടെ കാണാനില്ല. വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനം. അതേപോലെ ബമ്പറിൻ്റെ താഴത്തെ ലോവർ പാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് സ്ക്രാച്ചസ് ഒന്നും കാണാം. റോളിംഗ് വിൻഡോസൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ അവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് കമ്പനി സീറ്റ്സ് തന്നെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വൃത്തിയോട് തന്നെ ഇരിക്കുന്ന ഡാഷും
ഓൾട്ടോ കണ്ടു കഴിഞ്ഞു. ഓൾട്ടോ LXi ആണ്. പിന്നെ ഞാൻ മോഡലും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിസ്സാര പൈസ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ഒരു 2011 മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റേറ്റിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇത് LXi ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം AC-യും അതേപോലെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ തന്നെ എനിക്ക് ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു ഓൾട്ടോൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,55,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 1.55 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം. നമ്മൾ സബ്സ്ക്രൈബ് നമുക്ക് പറഞ്ഞേക്കാം. ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. എത്രയും പെടുന്ന ഒരുപാട് വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം.